ഇനി നമ്മളെ കേരളം ആര് ഭരിക്കും? നിങ്ങളൊരു അഭിപ്രായം മാത്രം. ഇപ്പൊ വലിയ 4-ാം തീയതി അറിയാൻ പറ്റുമല്ലോ. അതെ, കേരളം UDF ഭരിക്കും. കേരളം UDF വേറെ ആര് ഭരിക്കും? അതെ, എന്ത് ചോദിക്കാൻ UDF വരണം. കേരളം LDF ഭരിക്കും. പ്രശ്നമല്ലോ. VD സതീശൻ കൊണ്ടുപോകും. ആണ്. ഉറപ്പ്. എന്താണ് ഈ അങ്ങനെ പറയാൻ കാരണം? ഇതുവരെയുള്ള ഭരണം എങ്ങനെയുണ്ട് നിങ്ങളെ കാഴ്ചപ്പാടിൽ? ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോണത് നമ്മളെ കേരളം ഇനി ആര് ഭരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിച്ചു നോക്കാം. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോണേ. ഇനി ഭരിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഭൂരിപക്ഷമായിട്ട് ആരായിരിക്കും ഇവിടെ മൊത്തത്തിൽ സീറ്റ് കൊണ്ടുപോവാ? ചിലപ്പോൾ മിക്കവാറും പിണറായി തന്നെ കൊണ്ടുപോകണോ തോന്നുന്നത്. ആണോ? ഉറപ്പിക്കാവോ? എന്നാ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ആണല്ലേ. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേറെ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം. അങ്ങനെ നേരെ തുടർന്ന് പോവാം. കേരളം LDF തന്നെ ഭരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ആണ്. UDF ഭരിച്ചോട്ടെ, കൊടുക്കട്ടെ, കുറച്ച് കഞ്ചോല്. അപ്പോൾ ഗൈസ്, അപ്പോൾ വലിയ ആൾക്കാർ പറഞ്ഞ പാചകങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തുടർന്ന് പോവാം. LDF ആയിരിക്കും. LDF. ഓക്കെ, കേരളം ഇനി ആര് ഭരിക്കും? UDF. കേരളം ആര് ഭരിക്കും? കേരളം ആര് ഭരിക്കണം? ആര് ഭരിക്കും? നിങ്ങളൊരു അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, കേരളം LDF ഭരിക്കും. ഓക്കെ, കേരളം LDF ഭരിക്കും. ഉറപ്പിക്കാവോ? 100%. തുറന്നു പറഞ്ഞോ. ആരെങ്കിലൊക്കെ ഭരിച്ചട്ടെ. പാർട്ടി വോട്ട് ചെയ്തോ? ആർക്കാ ഇത്? LDF. അപ്പൊ LDF അല്ലേ എൻ്റെ പാർട്ടി? എന്റെ പാർട്ടി LDF ഒന്നല്ല. വോട്ട് ചെയ്യാൻ പോയപ്പോഴേ ഫസ്റ്റ് LDF കണ്ട അപ്പൊ അതിമ നയിക്കുക ആണല്ലേ. ഓക്കെ, ആരെങ്കിലും ജയിക്കട്ടല്ലേ? ആരെങ്കിലും ഓക്കെ, നമുക്കൊരു ഗുണമില്ല. ഗുണം അങ്ങനെ എൻ്റെ ഒരു ഇതാ എനിക്ക് അറിയേണ്ടത്. ഇന്റത് ഇക്കൊക്കെ കണക്കല്ലേ. ആരെങ്കിലും ജയിക്കട്ടെ. ഓക്കെ, അച്ഛനെ കേരളം ആര് ഭരിക്കും? കേരളം ആര് ഭരിക്കും? UDF ആയിരിക്കും. ഓക്കെ, LDF. UDF. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം 4-ാം തീയതി. അതാണ് വേണ്ടത്. ഹായ് ഹലോ. കേരളം ഇനി ആര് ഭരിക്കും? പറഞ്ഞോളൂ. ഹായ്, കേരളം ഇനി ആര് ഭരിക്കും? ഓക്കെ, നാല് നിങ്ങൾ ഭയ എനർജി ഒക്കെ പോയില്ലേ? കേരളം നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരിക്കണം. അപ്പൊ UDF. കേരളം ഇനി ആരാ ഭരിക്കാൻ പോണേ? കേരളം ഭരിക്കാൻ പോണ ആര്? UDF തന്നെ. ഓക്കെ, ഓക്കെ. എടാ മച്ചാൻ, ഇനി കേരളം ആര് ഭരിക്കും? കേരളം ആരോ ഭരിക്കട്ടെ. അല്ല, എന്നാലും പറയും. ഇപ്പൊ അറിയില്ല. നിങ്ങൾ ഏത് ടീമിനെ വോട്ട് ചെയ്ത്? വോട്ടൊന്നും ഇപ്പൊ ചെയ്ത് കാര്യമില്ല. നമുക്കൊരു ഗുണവും തരുന്നില്ല. അതെന്തെങ്കിലും അങ്ങനെ തുറന്നു പറയാൻ കാരണം? ഞാൻ പോവുകയാണ്, ഇപ്പൊ തിരക്കാണ്. എന്തെങ്കിലും അവഗണനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ല അഭിപ്രായം, ഞാൻ പോട്ടെ. കേരളം ആര് ഭരിക്കും? UDF. അതെന്താണ് ഈ തുറന്നു പറയാൻ കാരണം? 10 കൊല്ലമായിട്ട് നിൽക്കണ്ടാ. ആണ്. ഉറപ്പ്. എടാ, കേരളം ഇനി ആര് ഭരിക്കും? UDF. പാകിസ്ഥാനൊക്കെ എത്തിപ്പോയി മൂപ്പര്. ഏത് മോഡ്? ഓക്കെ. എടാ, കേരളം ആര് ഭരിക്കും? കേരളം ആരാ ഭരിക്കുക? UDF. ഓക്കെ. എടാ, കേരളം ആര് ഭരിക്കും? കേരളം പിണറായി ഭരിക്കും. ഓക്കെ. കേരളം ആര് ഭരിക്കും? കേരളം LDF തന്നെ. UDF എന്നല്ലേ പറയുന്നു. ആര് ഭരിക്കും? ആരെങ്കിലും ഭരിക്കരുത്. നമുക്കൊരു ഗുണവുമില്ല. നമുക്ക് എന്ത് ഗുണം? എടാ മച്ചാനെ, വോട്ടുണ്ടോ? വോട്ട് ചെയ്തണോ? വോട്ട് എലക്ഷൻ. അപ്പോൾ ഇനി ആര് ജയിക്കും? കേരളം ഇനി ആരെ ഭാഗത്താണ്? ഞാൻ പറയണു ഞങ്ങളവിടെ തൃത്താല ഉണ്ടല്ലോ, ബൽറാമ തൃത്താലമല്ല, MBR, BJP. ഓക്കെ, അപ്പോൾ ഒരു ആയി പറഞ്ഞു. അപ്പൊ നമ്മളെ വ്ളോഗ് കാണല്ലോ. താമര വിരിയട്ടെന്ന്. ചൂടല്ലേ? ഭയങ്കര ചൂട്. ഈ ചൂടത്ത് ഞങ്ങൾക്ക് ഏത് പാർട്ടി ജയിക്കുന്ന ഞങ്ങൾ പറയും? ചൂടത്ത് താമര വിരിയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എവിടെ? നാട് എവിടെയാണ്? ഞങ്ങളൊക്കെ പട്ടാമ്പിക്കാർ. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ ആയി പറഞ്ഞു.
ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളം ഇനി ആര് ഭരിക്കും? ഞാനോ? അത്രക്ക് വേണോ? ഞാനൊക്കെ ഭരിച്ചു കഴിഞ്ഞാലല്ലേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അതെ. കേരളം ഇനി ആര് ഭരിക്കും? UDF. തീർച്ചയായും 95. ഹായ്, അസ്സലാമു അലൈക്കും. പരികസ്ഥിതി പിടിക്കും. കുറച്ച് AC കൊള്ളട്ടെ. എങ്ങനെയുണ്ട്? ചൂടിനെ കുറിച്ച് ഉണ്ട് ചൂട് സീനാടാ. സീൻ. അപ്പോൾ ഇനി കേരളം ആര് ഭരിക്കും? അങ്ങനെ തന്നെ ചോദിക്കരുത്, അജയ് ഘോഷിനെ ചോദിച്ചോ. അല്ല, ഈ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായം ആർക്കാ ചെയ്ത്? ഞാൻ വോട്ട് ചെയ്തില്ല വെച്ചോ. വോട്ട് ചെയ്തില്ലല്ലേ? അപ്പോൾ കേരളം ഇനി ആര് ഭരിക്കും? കേരളം LDF അല്ലാണ്ട് ആര് ഭരിക്കാനാടാ? ഇത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് തുറന്നു പറയല്. അവനോട് ചോദിച്ചോക്ക്. ആരാ ഭരിക്കുക കേരളം? LDF തന്നെ. ആരാ ഭരിക്കുക? LDF തന്നെ. ഇനി മുകളിൽ ആരെയുണ്ടോ? മുകളിൽ പോയി ചോദിക്കണോ? ഞാൻ ഷോപ്പൊന്നും ഇനിയിപ്പോൾ ഒന്നും ഇറങ്ങി പോകില്ല, കാരണം AC ആണ്. കേരളം ഇനി ആര് ഭരിക്കും? UDF. ചൂടാടോ, ചൂട്. നല്ല ചൂടല്ലേ? ഓ, ഉരുകി പോവാ. ഇജ്ജ് പോവാ? ചായ കുടിക്കാനുണ്ടോ? എവിടെ? ആ, എന്നാ ഞാൻ ഫോണ് മാറി. കണ്ടാളാ? ആ, ഏതും കൂടി ഇതൊക്കെ. കേരളം ഇനി ആര് ഭരിക്കൂ? പേടിച്ചു പോയി എന്റെ മനുഷ്യ. കേരളത്തിലല്ല വോട്ടിംഗ്. എവിടെയാണ്? മഹാരാഷ്ട്രയില. മഹാരാഷ്ട്ര. അതിന് കഴിഞ്ഞല്ലോ ഞങ്ങളുടെ വോട്ടിംഗ് ഒക്കെ. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. അനസ് വ്ലോഗ് 21. ബൈ. അപ്പോൾ ഗൈസ്, ഓലൊക്കെ നെട്ടിപ്പോയി എന്നാ പറയുന്നത്. എടാ, എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? ഒരു നെട്ടുന്നൊരു ഇംപ്രഷൻ കിട്ടി. മുപ്പരെടുത്ത്. കേരളം ആര് ഭരിക്കും? പിണറായി വിജയൻ. ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരു സബ്സ്ക്രൈബറിൻ്റെ കൂടെ ചായ പിടിക്കാൻ വേണ്ടി പോവാം. കേരളം ആരാ ഭരിക്കാൻ പോണേ? മലയാളം தெரியாது. ഓക്കെ, കേരളം. ഉങ്ക ലാംഗ്വേജ് എന്ത്? തമിഴ്. കേരളം ഭരിക്കുക. കേരളം എലക്ഷൻ വിന്നർ. எனக்கு யார் எலெக்ஷன்ல இருந்தாங்கன்னே தெரியாதுப்பா. I'm new to India. ഒന്ന് തമിഴ് പറഞ്ഞെടുക്കോ? ശ്രീലങ്കൻ ആണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞെടുക്കും. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കേരളം ആര് ഭരിക്കണം? LDF or UDF ജയിക്കുമാ? ஜெயிக்கும். ആരാ പറയാ? ആരെങ്കിലും പറയും. டேய் எனக்கு யாருன்னே தெரியாது. LDF or UDF? UDF. ഓക്കെ வச்சுக்கோங்க. நல்லவங்களா அவங்க? ഓക്കെ, ഐ ആം യൂട്യൂബർ. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ജസ്റ്റ്. ഓക്കെ, ഇനി ആര് ഭരിക്കും? കേരളം ഇനി UDF ആയിരിക്കും. ആണല്ലേ? നമുക്ക് UDF എന്താണ് നമുക്ക് ഒരു മുൻഗണന ആയിട്ട് പറയാൻ കാരണം, എടുത്തു പറയാൻ കാരണം? കാരണം ഇപ്പോൾ അങ്ങനൊന്നുമില്ല, UDF ജയിക്കും. നമുക്ക് ഓരെന്ത് ചെയ്തൊന്നും ഇല്ല, അങ്ങനൊന്നുമില്ല. എന്ത് ചോദിച്ചിക്കണോ അവരോട്? പിന്നെ എങ്ങനെ അവർ ചെയ്തു തരാം? അവനൊക്കെ UDFിന്റെ മെയിൻ ഇതിൽ പറഞ്ഞോ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടിയ ഒരു ഇത് ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് അവർ ചെയ്തു തരേണ്ടത് UDFക്കാർ? ചെയ്തു തരേണ്ടത് ചോദിച്ചാൽ ഇപ്പോൾ LDFിൻ്റെ ഭരണം മാറണം, എന്നിട്ട് UDFിൻ്റെ ഒരു പുതിയ ഭരണം നമുക്ക് എപ്പോഴും എന്തായാലും വേണമല്ലോ. ഓക്കെ, എല്ലാം നമുക്ക് പഠിക്കാനൊക്കെ എങ്ങനെയാണ്? എന്ത് പഠിക്കാൻ? കോളേജ് കിട്ടണമെങ്കിൽ ഇവരെ UDF തന്നെ ഒരു ചെയ്തു തരും. നമുക്ക് സീറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടിയില്ലെങ്കിൽ UDF ഉള്ള ടീമിനോട് പറഞ്ഞാൽ ചിലപ്പോൾ നടത്തി തരും. അപ്പോൾ നമുക്ക് എന്താ UDFിൽ സഹായിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഹായ് പറ. ഒരു ഹായ്. ഓക്കെ, ഹലോ. ഒരു പബ്ലിക്കായിട്ട് ഒരു കാര്യം ചോദിക്കാം. എന്താണ്? കേരളം ഇനി ആര് ഭരിക്കും? കേരളം UDF ഭരിക്കും. ഓക്കെ, UDF പറയാൻ കാരണം എന്താ? UDF പിണറായിൻ്റെ ഭരണം ജനങ്ങൾ മടുത്തിക്കണം, അതിനെക്കൊണ്ടാക്കി UDF ഭരിക്കാൻ വേണ്ടിയിട്ട്. ഒരു വികസനം ഒന്നും കൊണ്ടുവരുന്നില്ല. വികസനമൊന്നും ഇല്ലല്ലോ. വികസനം ഇല്ലാത്തതിനെ കൊണ്ടല്ലേ ജനങ്ങൾ 10 വർഷമായിട്ട് ഭരിക്കുന്നു. UDF വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസനമായിരിക്കും ഇവിടെ കൊണ്ടുവരാൻ പോണത്? UDF ഭരിച്ചാൽ വികസനം തന്നെ ആയിരിക്കും. VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെൻറ് വരികയാണെങ്കിൽ വികസനം തന്നെ ഉണ്ടാവും എന്നുള്ള പ്രഖ്യാപനത്തിലാണ് VD സതീശൻ്റെ പ്രസ്താവനകളൊക്കെ എല്ലാവരും കാണുന്നില്ലേ? ഇത്രയും നല്ലൊരു നേതാവല്ലേ? അപ്പോൾ കേരളം ഭരിക്കട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും UDF ഇനി ഭരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ ചോദിച്ചതാണ്. നമ്മൾ 4-ാം തീയതി അറിയാം. ഓക്കെ, 4-ാം തീയതി അറിയാം. ഇപ്പോൾ കോഴിക്കോട് തന്നെ, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് തന്നെ
ഈ LDFൻ്റെ ഉള്ള സീറ്റ് ഈ പ്രാവശ്യം UDFൻ്റെ കൈമിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് UDFൻ്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കേരളം UDF ഭരിക്കട്ടെ. അതെ എടാ കേരളം ഇനി ആര് ഭരിക്കും? കേരളം ഇനി ആരേക്ക് ഭരിക്കാം? ഞാൻ ഭരിക്കൂല, ലീഗ് ഭരിക്കുന്നു, മുസ്ലിം ലീഗ് ആണ്. UDF ഭരിക്കും. UDF ഭരിക്കും. ഓക്കെ. ചിലപ്പോൾ റിയാസ് ഉണ്ടോ കേട്ടോ, ചിലപ്പോൾ ബൈ ചാൻസ്. അതെ. നിങ്ങളോ? എനിക്ക് ഇപ്പം കൊണ്ടുപോകണമെന്നാണ് ഏതാ പാർട്ടി? എൻ്റെ ഏതാ ചിഹ്നം ഏതാ? എനിക്ക് അങ്ങനൊന്നുമില്ല. ആണ് നമ്മള് പാർട്ടിയില്ല, മതമില്ല. അതൊക്കെ എന്തിനാ? പൈസ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി കേരളം ഇനി ആര് ഭരിക്കും? കേരളം ആര് വെച്ചാലും എനിക്കൊരു പാർട്ടിയാണ് LDF. ഏത് പക്ഷെ എന്തായാലോ എപ്പോഴും നമുക്ക് LDF തന്നെ വരുള്ളൂ. കാരണം LDF ആണ് നമ്മളെ പാർട്ടി, അത്രേ ഉള്ളൂ. വേറെ വിഷയം. അപ്പൊ നമുക്ക് നോക്കാം ഭൂരിപക്ഷം ആരായിരിക്കും. ഇന്നത്തെ എന്റെ വ്ളോഗിലും പിന്നെ 4-ാം തീയതി അറിയാം. കേരളം ആരാ ഭരിക്കും? ബ്രോ കേരളം ഇനി ആര് ഭരിക്കും? UDF. അപ്പൊ നിങ്ങൾ എവിടെ സ്ഥലം? കാസർഗോഡ്. കാസർഗോഡ് ആരായിരിക്കും ഭൂരിപക്ഷം? മാഹിനാജി UDF. ഓക്കെ. അപ്പോൾ ഉഷാറാക്കുക. അപ്പോൾ നമ്മളെ കണ്ടുക്കണോ? ഇല്ല, നമ്മളെ യൂട്യൂബിലാണ് വരാൻ പോണേ. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ വരും. അപ്പൊ ഒരു പാട്ടൊക്കെ പാടിക്കോളൂ. പാട്ട് പാടാനില്ല. കേരളം ഇനി ആര് ഭരിക്കും? കേരളം UDF. വേറെ ആര് ഭരിക്കുന്നത്? എന്ത് ചോദിക്കാൻ? UDF വരണം. ഓക്കെ. കേരളം ആര് ഭരിക്കും? കേരളം LDF ഭരിക്കും. പ്രശ്നമല്ലോ. ഒരു പ്രശ്നമില്ല, ഓരോരുത്തർ ചോയ്സാണ് പറയുന്നത്. LDF ഭരിക്കും. എക്സിറ്റ് പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫുള്ള് എക്സിറ്റ് പോളിൻ്റെ ഇത് കേട്ടില്ലേ? 75, 80, 90, 100 സീറ്റുകളാണ് UDF വരാൻ പോകുന്നത്. എനിക്കും തോന്നുന്ന UDF ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? എല്ലാവർക്കും തോന്നിക്കോട്ടെ. സങ്കടാവും. ഒരു സങ്കടമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ LDF അല്ലേ നമ്മള് കൊണ്ടുപോയത്. ഇതിപ്പോ UDFിലേക്ക് LDF ആണല്ലോ വരുന്നത്. ഇപ്പൊ UDF വരട്ടെ, എല്ലാവരും വരണല്ലോ. അപ്പൊ മാറ്റം എന്തൊക്കെയാണ് മാറുന്നത് നോക്കാലോ. എന്ത് മാറാനാണ്? എല്ലാ നിങ്ങളിപ്പോ LDF ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോ UDF ഒന്ന് ചെയ്തു നോക്കട്ടെ. എന്തൊക്കെ മാറ്റം? UDF എന്തെല്ലാം ചെയ്തു വെച്ച്? UDF ചെയ്തില്ലല്ലോ. UDF ഭരണം കണ്ടില്ലേ? UDFന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ചില പോലും ചെയ്യാൻ ചാൻസുകൾ എന്തെങ്കിലും ചെയ്തോ? UDFന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു എന്താ ചെയ്യാന്ന്. അതാണ് കണ്ടില്ലേ? കോൺഗ്രസ് 2 കല്ലിട്ട് പോയി. ആ കല്ലല്ലാതെ വേറെ അതിന്റെ മേലെ ഒരു കല്ല് വെച്ചിരിക്കണം. ഇതുവരെ 150 കോടി റുപ്യ വിരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. മുസ്ലിം ലീഗ് എന്നാലും ചെയ്ത്. ടൗൺഷിപ്പ് വന്ന് ഭരണം കൊടുത്ത് ചാവി കൊടുത്തുന്നവർ ഇന്നവരെ ഒരാൾ വരെ താമസാക്കിയില്ല. അപ്പൊ അതോ 18 മാസം 600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാതെ 18 മാസം ഡിലേ ചെയ്ത് വെച്ച് പോയതാണ്. അതും കൊടുത്ത് 1600 2000 ആക്കി. അതും ചെയ്ത് കംപ്ലീറ്റ് ഈ കഴിഞ്ഞ മാസം വരെയുള്ള കംപ്ലീറ്റ് ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 കൂട്ടിയിരിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് പഠിക്കാനുള്ള പൈസ എന്തെങ്കിലും ചെയ്തോ? നോക്കല്ലേ, 3 ദിവസം കൊണ്ട് റിസൾട്ട് വരാണ്ടല്ലോ. എന്ത് ചെയ്തെന്നുള്ള ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാം. അതാണ് വെറുതെ കേറിയിട്ട് അവരിത് മുഖ്യമന്ത്രി അവരിത് എല്ലാം ശരിയാക്കി. എല്ലാം ശരിയാക്കി. വർഷം കൊണ്ട് എല്ലാം ശരിയാക്കി. 4-ാം തീയതി കാണാം. ഓക്കെ. നിങ്ങൾ പറയും കേരളം ആര് വരും? കേരളം ആര് ഭരിക്കാന്? LDF. ഓക്കെ. UDF. അത് പറയാൻ കാരണം എന്താ? പ്രാവശ്യം UDF കൊണ്ടുപോകും. തൂക്കി ചുവന്ന കരങ്ങളോ നല്ലോ പറയുന്ന ആളോ? ഇപ്പൊ പാർട്ടി അല്ല നിങ്ങൾ പറയും. നിങ്ങൾ ഏതൊരു പാർട്ടിക്കാ വോട്ട് ചെയ്ത്? വോട്ട് ചെയ്തായിരിക്കാം. വോട്ടില്ലേ? 18. ഇനി കേരളം ആരെ ഭാഗത്താണ്? കേരളം UDFന്റെ ഭാഗത്ത്. നിങ്ങൾ പറഞ്ഞോളി. LDF or UDF? BJP. LDF ഭരിക്കട്ടെ. ഓക്കെ. ഭരിക്കും. ആരെങ്കിലൊക്കെ പറ്റട്ടെ. വോട്ട് ചെയ്ത് ഏത് പാർട്ടിക്കാണ്? പറയാൻ പറ്റില്ല. കോൺഫിഡൻഷ്യൽ അല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് നിങ്ങൾ പറയണ്ട. നിങ്ങളൊരു ഭൂരിപക്ഷം നോക്കാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ LDF തന്നെ വീണ്ടും വരുന്നത് വിചാരിക്കണേ. ഓക്കെ. കേരളം ഇനി ആര് ഭരിക്കും? കേരളം UDF കൊണ്ടുപോകും. VD സതീശൻ കൊണ്ടുപോകും. ഉറപ്പ്. എന്താണ് ഈ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാം, പിണറായി വിജയന്റെ നാറിയ ഭരണം അതന്നെ. ഓക്കെ. പച്ചയായ മുന്നേറ്റം. കേരളം ഇനി ആര് ഭരിക്കും? കേരളം ഇനി LDF. അത് പറയാൻ കാരണം കൂടി പറയാന്ന് വെച്ചാൽ പറഞ്ഞോട്. എൻ്റെ അടുത്തേക്കല്ലേ വന്ന് പറഞ്ഞുതരും. നമുക്ക് പുറത്തേക്ക് പോവാം. ഹായ്. കേരളം ഇനി ആര് ഭരിക്കും?
കേരളം ഇനി ആര് ഭരിക്കും ഞാൻ പറയില്ല. പറഞ്ഞോളി. ഇല്ല. കേരളം ആരെങ്കിലും ഭരിച്ചോട്ടെ, മച്ചാനെ കേരളം ഇനി ആര് ഭരിക്കും? UDF ആയിരിക്കും. ഓക്കെ. അദ്ദേഹത്തിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, UDF തൂക്കും മോനെ പ്രാവശ്യം വാരിക്കോരും പറയാനുള്ളൂ. 4-ാം തീയതി 4-ാം തീയതി നമ്മളുണ്ടാവും ഇവിടെ UDF കേരളത്തില്. അയ്യോ അറിയാം ആരാ ജയിക്കാം? LDF അല്ലേ UDF. യെസ്. അപ്പൊ ഇനി കേരളം ആര് ഭരിക്കും? കേരളം എന്തായിരിക്കും? UDF ആയിരിക്കും. ഒന്നും പറയല, ആര് ഭരിച്ചു ഞാൻ മണിക്കുണ്ട്. അത് വരണം. ഇതിനെന്ത് കാര്യമുള്ളത്? പക്ഷെ എന്നാലും നിങ്ങളൊരു ഭൂരിപക്ഷം നോക്കല്ലോ, നിങ്ങളൊരു അഭിപ്രായം ജനങ്ങൾക്ക് കേൾക്കാലോ. ഞാൻ ഈ പ്രാവശ്യം വോട്ടിന് ചെയ്തില്ല. ആണ്. എനിക്ക് താല്പര്യമില്ല. വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ജനാധിപത്യമാണോ ഇതിപ്പോ? അല്ല. അത് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ കത്തിക്കല്? പോരെ. അതെ, നമ്മള് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുക്കാന്നേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഇതുവരെ കണ്ടത് നമ്മളെ രാത്രി കാലമായിട്ടുള്ള SM സ്ട്രീറ്റ്. ഇത്രയും കാലം ഞാൻ രാത്രിയാ വന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇനി കേരളം ഇനി ആര് ഭരിക്കും? കേരളം ആര് ഭരിച്ചാലും ഇപ്പം നമുക്ക് കുഴപ്പമില്ല. കേരളം ആര് ഭരിക്കും? ഇനി ആര് ഭരിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം ആര് ഭരിച്ചു? UDF ആയാലും LDF ആയാലും BJP ആയാലും UDF. നിങ്ങളോ? LDF. അതെ, 4-ാം തീയതി നോക്കാം നമുക്ക്. ഒരു ഹായ് പറഞ്ഞോളൂ. UDF ആയിരിക്കും. UDF ആയിരിക്കും. ഒരു UDF-നെ കുറിച്ച് 2 പോയിന്റ് പറയാൻ പറ്റും? UDF ആയിരിക്കും. അത് മതി. കേരളം ഇനി ആരാ ഭരിക്കാൻ വേണ്ടി പോണേ? ആര് ഭരിച്ചാലും നന്നായി ഭരിച്ചാൽ മതി. ആണല്ലേ? ഓക്കെ, ബൈ. എന്തായാലും നന്നായാൽ മതി. ഓക്കെ. എവിടുന്നാ വരുന്നത്? ഞാൻ കോടഞ്ചേരി. ഓക്കെ. എങ്ങനെയുണ്ട് കേരളം? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഓക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഡേഞ്ചറാണ്. അപ്പോൾ ഈ നൈറ്റ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? നൈറ്റ് ഞാൻ അധികം ഇറങ്ങാറില്ല, എനിക്ക് അറിയത്തില്ല, വലിയ കുഴപ്പമില്ല. ഇപ്പൊ നൈറ്റിലാണ് നമ്മൾ ഉള്ളത്. ചേട്ടാ, കേരളം ഇനി ആരാ ഭരിക്കാൻ പോണേ? എനിക്കറിയില്ല, ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്കറിയില്ല. കേരളം UDF ആയിരിക്കും. UDF-നെ ഭരിക്കാന്ന് വെച്ചാൽ UDF ഭരണത്തിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ കൊണ്ടുവരാൻ പോണത് LDF-നെ വെച്ച് നോക്കുമ്പോൾ? LDF-നെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ സതീശൻ സാർ പറഞ്ഞത് വാഹനങ്ങളൊക്കെ ഒരു ആൾട്രേഷൻ വർക്കിലൊക്കെ കുറച്ചൊരു ഇളവ് വരുത്തും. ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ, അതൊക്കെ യുവാക്കൾക്ക് ഒരു ഇടയിലൊരു ഇതായിരുന്നു. പിന്നെന്ന് വെച്ചാൽ അമിതമായ, ഞാൻ വണ്ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അമിതമായ വണ്ടികളുടെ ഫീസ് ഈടാക്കുന്നു. ഈ എന്താ പറയുക, ക്ഷേമനിധി പോലുള്ള കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി പുതുക്കാൻ പോകുമ്പോഴൊക്കെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. ഇതൊക്കെ കുറച്ച് ഇളവ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആണല്ലേ? ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? VD സതീശനായിരിക്കും. UDF. ഓക്കെ. UDF ഭരണത്തിൽ വരട്ടല്ലേ? പിണറായിയുടെ ഭരണം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇനി എന്തായാലും VD സതീശനായിരിക്കും. ആണല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ നമുക്ക് ഭൂരിപക്ഷം നോക്കാം. 4-ാം തീയതി ആണല്ലോ റിസൾട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ. ഹാപ്പി അല്ലേ? ആരാ ഭരിക്കാൻ? UDF ആയിരിക്കും. UDF ആയിരിക്കും തീർച്ചയായും. LDF. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മന്തിക്ക് ഇപ്പം തന്നെ ഒരു ബെറ്റ് വെച്ചാണ്. അങ്ങനെ വന്നില്ലല്ലോ. ഫുൾ മന്തി ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പറയും. റെഡിയാണ്. ആയിക്കോട്ടെ, ഫുൾ മന്തി. ഇവിടുത്തെ ബെറ്റ് വെക്കുന്നുണ്ട്. LDF ജയിച്ചാൽ നിങ്ങളെ ഓൽക്ക് വാങ്ങി കൊടുക്കണം എന്നാണോ? എല്ലാം ഇങ്ങോട്ട് വാങ്ങി തരണം. UDF ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നമുക്കല്ലോ നമ്മൾ ടീമിന് മൊത്തത്തിൽ വാങ്ങി തരേണ്ടി വരും. അങ്ങനെയാണ് ബെറ്റ്. ഞാൻ എൻ്റെ ടീമിന് മൊത്തത്തിൽ വാങ്ങി തരും. ഫുള്ള് മന്തി വാങ്ങി തരും. അപ്പൊ 4-ാം തീയതി അറിയാല്ലേ? ഓക്കെ. ഭൂരിപക്ഷമായിട്ട് ഏതായിരിക്കും വരുന്നത്? ഭൂരിപക്ഷം ഒന്ന് ആലോചിക്കാം. 150 UDF അടിച്ചു കയറാം. 80 സീറ്റ് LDF ഇതാക്കും. നിങ്ങൾക്ക് എത്ര 80 സീറ്റിന്റെ പ്രശ്നം? 80 സീറ്റുണ്ട്. പിണറായി വിജയനെ വരെ, മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വരെ തോൽപ്പിക്കുക. നമ്മളിവിടെ തോറ്റിക്കാണ്. മൂപ്പര് ഓൾറെഡി തോറ്റിക്ക. പകൽക്കിനാവ് കാണാൻ. ഒന്നും പറയാനില്ല. പകൽക്കിനാവ് കാണാൻ. പകൽക്കിനാവ് ഒന്നല്ല, അത് ഉറപ്പിച്ച മൂപ്പര് വരെ തോൽക്കുക. പിന്നെ മസബലി. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുത്തു. ഹാപ്പി അല്ലേ? ഓക്കെ. ഒരു ഹായ് പറഞ്ഞോളൂ.